ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അത്യാവശ്യം നമ്മുടെ പരിസരത്ത് നട്ടുപിടിപ്പിക്കുന്ന ഒരു സസ്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണേ. അപ്പം നമുക്കത് കാണാം എന്തുവാന്നുള്ളത്. ഇത് കണ്ടോ, ഇതാണ് പാണൽ എന്ന് പറയുന്ന ഒരു സസ്യം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് തൊട്ടുണ്ട്. ഇത് നമ്മൾ ഇല പറിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കില്ലെന്നാണ് പറയുന്നത്. തൊട്ട് ഉരിയാടല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലം പോകും എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഇത് കൂടുതലും ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കരിപ്പെട്ടി ഉണ്ടാക്കുമല്ലോ, കരിപ്പെട്ടിയുടെയൊക്കെ ഇത് കരിപ്പെട്ടി പൊതിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പണ്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വെട്ടിക്കൊണ്ട് ഇങ്ങനെ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇങ്ങനെ നമ്മുടെ പറമ്പുകളിലും റോഡ് സൈഡുകളിലും ഒക്കെ ഇഷ്ടം പോലെ ഇത് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മീറ്റർ പൊക്കത്തിൽ ഇതിക്കത് കണ്ടോ, ഇങ്ങനെ ഇത്രയൊക്കെ പൊക്കത്തിൽ ഇങ്ങനെ വളരുന്നൊരു കുറ്റിച്ചെടിയാണത്. ഇങ്ങനെ കുറ്റിച്ചെടി. അപ്പം അവരിങ്ങനെ വെട്ടിക്കൊണ്ട് പോകുന്ന ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഉണക്കിയിട്ട് ഇങ്ങനെ അവരെ കെട്ടുകെട്ടായിട്ടിങ്ങനെ അവരിങ്ങനെ കൊണ്ടുപോകായിരുന്നു, ശർക്കര കരിപ്പെട്ടി ഒക്കെ ഉണ്ടാക്കുന്ന പിന്നെ സ്ഥലത്തോട്ടൊക്കെ. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പറയാൻ പോകുന്നത്, നമുക്ക് 5 പൈസയുടെ മുടക്കില്ലാതെ നമുക്കൊരു 1-2 ഗുണം ഇതുകൊണ്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പിന്നെ ചൂട് സമയത്ത് ചൂടുകുരു ഉണ്ടാകുമല്ലോ, ചൂടുകുരുവിന് ഏറ്റവും നല്ലൊരു മരുന്നാണിത്. ഇതിൻ്റെ ഇല ഇത് കണ്ടോ, ഇതിൻ്റെ ഇല എത്രയാണെന്ന് വെച്ചാൽ 2, 3, 4 അല്ലെങ്കിൽ ഒരു തണ്ടോടെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നന്നായിട്ടിത് ഈ ഞെരടി അങ്ങ് ഇട്ടിട്ട് സോപ്പ് ഉപയോഗിക്കല്ലേ, ഈ വെള്ളം കൊണ്ട് നമുക്ക് കുളിച്ചാൽ ഒരു 2, 3 പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി. സുഖമായിട്ട് നമ്മുടെ ആ ചൊറിച്ചിലും അമയത്തെ ചൂടുകുരുയെല്ലാം പമ്പ കിടക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കും. ഞാൻ എല്ലാ വർഷവും ഞാൻ ചൂടുകുരു സമയത്ത് ഇത് ഞാൻ ചെയ്യുന്ന ഒരു മരുന്നാണേ. നമുക്കറിയാമല്ലോ ചൂടുകുരുവിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. ചൊറിഞ്ഞാൽ നമുക്ക് ഊപ്പാട് വരുമല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൊണ്ടുള്ള സാധാരണ നമ്മൾ ഈ കണ്ണേറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കണ്ണ് കിട്ടുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെയുള്ള ഒരു അതിലും നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരിലയോ ഒക്കെ എടുത്ത് നമുക്ക് പിന്നെ ഇടാതെ കണ്ട് നമ്മളിതെടുത്ത് അത് നമ്മൾ വെള്ളത്തിൽ ഞെരടി ആ വെള്ളം കൂടെ നമ്മുടെ മേലൊക്കെ ഇങ്ങനെ നമുക്ക് കഴുകുകയോ മുഖം കഴുകുകയോ ഒക്കെ ചെയ്തപ്പോൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കില്ല തൊട്ടുകൊണ്ട്. അങ്ങനെ നമുക്കിത് ഉപയോഗിച്ചാലും നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറിക്കിട്ടും. കണ്ണേറും ഒക്കെ കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, കാലും കൈയൊക്കെ നമുക്ക് കഴിച്ച് പൊട്ടുകയും പുളക്കുകയും അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമല്ലോ. അതിനൊക്കെ നല്ലൊരു ഔഷധമാണ് ഇത് കേട്ടോ. അപ്പം നമ്മുടെ അയ്യത്തൊക്കെ നമ്മുടെ കുപ്പയിലൊക്കെ ഇത് നമുക്ക് അത്യാവശ്യം നട്ട് വളർത്തേണ്ട ഒരു ഔഷധമാണ്. അറിയാൻ വയ്യാത്തവരും കാണും. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി എനിക്കറിയാവുന്ന അവർക്ക് പറഞ്ഞുള്ളതേ ഉള്ളൂ. അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.